2014 നരേന്ദ്രമോദി ഭരണത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ആദ്യത്തെ ബജറ്റിന്റെ ഇൻട്രോ ആയി നരേന്ദ്രമോദി നടത്തിയ പ്രസംഗം എൻ്റെ മനസ്സിൽ ഇന്നെന്ന പോലെ ഓർമ്മയുണ്ട്. അതായത് 5 ടീകളിലൂടെ ഞാൻ ഇന്ത്യയെ വികസിപ്പിക്കും. എന്തായിരുന്നു 5 ടീകൾ? ടെക്നോളജി ഒന്നാമത്തെ ടീ, രണ്ടാമത്തെ ടീ ട്രെയിനിങ്, മൂന്നാമത്തെ ടീ ട്രേഡ്, നാലാമത്തെ ടീ എന്താ പറയുക ടൂറിസം, അഞ്ചാമത്തേത് ട്രഡീഷൻ. അപ്പൊ നമുക്ക് നാലാമത്തെയും അഞ്ചാമത്തെയും വേണമെങ്കിൽ മൂന്നാമത്തെയും കളയാം. ആദ്യത്തെ 2 ടീകൾ, ഇന്ത്യയെ വികസിപ്പിക്കാനുള്ള 2 ടീകൾ ഏതൊക്കെയായിരുന്നു നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിൽ ഉണ്ടായിരുന്നത്? ടെക്നോളജി, ട്രെയിനിങ്. ഈ 2 ടീകളുടെയും വളർച്ച വളരെ എന്താ പറയുക മോശമായ രീതിയിൽ, അതായത് ലോക നിലവാരത്തിൽ ലോകത്ത് കുതിച്ചുചാട്ടമാണ്. ഇൻഫർമേഷൻ ടെക്നോളജിയുടെ കുതിച്ചുചാട്ടത്തിന്റെ ഒരു പീരീഡിലൂടെയാണ് നാം കടന്നു പോകുന്നത്. അപ്പോൾ കുതിച്ചു ചാടാൻ ഒക്കുന്നില്ല എന്ന് മാത്രവുമല്ല, നേരെ അതായത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നടന്നു പോകാൻ പോലും ഇന്ത്യക്ക് പറ്റുന്നില്ല എന്നതിന്റെ തെളിവാണ് നമ്മുടെ IIT-കളിൽ നിന്ന് പോലും ക്യാമ്പസ് പ്ലേസ്മെന്റ് പൂർണ്ണമായിട്ട് എടുക്കാതെ പോകുന്നത് എന്ന കാര്യം നാം മറന്നു പോകരുത്. അപ്പൊ ഇത് പറയുമ്പോഴാണ് നമ്മൾ ബജറ്റിലേക്കൊന്ന് നോക്കേണ്ടത്. ഇത്തവണത്തെ ബജറ്റ് തന്നെ ഒന്ന് നോക്കാം നമുക്ക്. ഈ തവണത്തെ 2025-26 നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റ്, ആ ബജറ്റിൽ എഡ്യൂക്കേഷന് കൊടുത്തിരിക്കുന്ന പ്രാധാന്യം എത്രയാണ്? എഡ്യൂക്കേഷന് GDP-യുടെ എത്ര ശതമാനമാണ് മാറ്റിവെച്ചിരിക്കുന്നത്? 0.36%. സംശയമുണ്ടെങ്കിൽ ഇതാ ആ ഡോക്യുമെന്റ് തന്നെ എൻ്റെ കയ്യിൽ ഇരിക്കുകയാണ്. ബജറ്റ് ഡോക്യുമെന്റിന്റെ പൂർണ്ണകായ പ്രതിമ തന്നെ എൻ്റെ കയ്യിലുണ്ട്. 1,28,650 കോടി, 1,28,650 കോടിയാണ് എഡ്യൂക്കേഷന് വേണ്ടി, ഹയർ എഡ്യൂക്കേഷന് മാത്രമല്ല മൊത്തം എഡ്യൂക്കേഷന് വേണ്ടി, ഇന്ത്യയിലെ എഡ്യൂക്കേഷന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. എത്രയായിരുന്നു? അതായത് 1986 കോത്താരി കമ്മീഷൻ റിപ്പോർട്ട് തൊട്ടിങ്ങോട്ട് എല്ലായ്പ്പോഴും പറയുന്ന ഒരു വായ്ത്താരി എല്ലാ കമ്മീഷനുകളും ആവർത്തിച്ച് ആവശ്യപ്പെടുന്നത് GDP-യുടെ 6% മുകളിൽ വിദ്യാഭ്യാസ മേഖലയ്ക്ക് വേണ്ടി മാറ്റിവെക്കണം എന്നാണ്. അതായത് ഒരു ആഗോള ഹബ്ബായി മാറണമെങ്കിൽ, അല്ലെങ്കിൽ ചൈനയും അമേരിക്കയും ഒക്കെ അമേരിക്കയ്ക്ക് കൊടുക്കുന്നത് പോലെ ഇത് കൊടുത്ത് മുൻപോട്ട് പോകണമെന്നുണ്ടെങ്കിൽ 6% അതിൽ കൂടുതലോ എഡ്യൂക്കേഷന് വേണ്ടി മാറ്റിവെക്കണം എന്നാണ്. ഇത്തവണ എത്രയാണ് മാറ്റിവെച്ചു എന്ന് ഞാൻ പറഞ്ഞേ? 1,28,650 കോടി. നമ്മുടെ GDP എത്രയാണ്? ബജറ്റിൽ പ്രതീക്ഷിക്കുന്ന GDP എത്രയാണ്? 3,57,923 കോടി. ഒരിക്കൽ കൂടി ഞാൻ പറയാം സുഹൃത്തുക്കളെ, 3,56,923 കോടി. അതും ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. അതും കോപ്പി ഞാൻ ഇതിനകത്ത് ഹൈലൈറ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ ഈ 3,57,923 കോടിയുടെ എത്ര ശതമാനം വരും? 12,680 കോടി എന്ന് പറയുന്നത്, 12,650 കോടി എന്ന് പറയുന്നത് 0.36%. അതായത് 0.36% ആണ് വിദ്യാഭ്യാസത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. ഏത് രാജ്യത്താണ് അത്രയും മാറ്റിവെച്ചിരിക്കുന്നത്? ഇന്ത്യ മഹാരാജ്യത്ത്. എന്താണ് ഇന്ത്യ മഹാരാജ്യത്തിന്റെ പ്രത്യേകത? ലോക പോപ്പുലേഷന്റെ ഏറ്റവും വലിയ ശതമാനം ജീവിക്കുന്നത്, ഏറ്റവും വലിയ വേൾഡ് പോപ്പുലേഷൻ എന്ന് വെച്ചാൽ 146 കോടി 39 ലക്ഷം ജനങ്ങളുള്ള ഒരു നാട്ടിലാണ് GDP-യുടെ 0.36% വിദ്യാഭ്യാസത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. എന്നിട്ട് പുരമുകളിൽ നിന്ന് പ്രസംഗിക്കുകയാണ് എന്ത്? ഞാൻ ടെക്നോളജി കൊണ്ട്, ട്രെയിനിങ് കൊണ്ട് ഇന്ത്യയെ വികസിത് ഭാരതാക്കി 2047 ആവുമ്പോഴത്തേക്കും മാറ്റുമെന്ന്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രസംഗവും പ്രവൃത്തിയും തമ്മിൽ ഒത്തുപോകുന്നില്ല. അതാണ് നമ്മളിപ്പോൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന വലിയ പ്രശ്നം. നോക്കൂ, ചൈന 6% GDP-യുടെ 6% കൂടുതലാണ് ചെലവഴിക്കുന്നത്. രണ്ടാമത്തെ വലിയ പോപ്പുലേഷനാണ് ചൈന. അവരുടെ GDP എത്രയാണ്? അവരുടെ GDP $18 ട്രില്യൺ ആണെന്ന് ഓർക്കണം.
അതേസമയത്ത് നമ്മുടെ GDP 4.1 എന്നൊക്കെ പറയുന്നുണ്ട്. ആട്ടെ, 4.1 ട്രില്യൺ എന്ന് വെച്ചോളൂ. 4.1 ട്രില്യൺ എവിടെ കിടക്കുന്നു? 18 ട്രില്യൺ എവിടെ കിടക്കുന്നു? ചൈന ആ 18 ട്രില്യന്റെ 6% എഡ്യൂക്കേഷന് വേണ്ടി മാറ്റിവെക്കുമ്പോൾ ഇന്ത്യ ഈ 4.1 ട്രില്യന്റെ 0.36% ആണ് എഡ്യൂക്കേഷന് വേണ്ടി മാറ്റിവെക്കുന്നത് എന്നുണ്ടെങ്കിൽ എവിടെയായിരിക്കും ചൈനയുടെ ടെക്നോളജിയുടെ വളർച്ച? എവിടെയായിരിക്കും ഇന്ത്യയുടെ ടെക്നോളജിയുടെ വളർച്ച? രണ്ടും തമ്മിൽ എന്തെങ്കിലും സാദൃശ്യമുണ്ടോ? സാദൃശ്യം ഉണ്ടാവില്ല. അത് തന്നെയാണ് എല്ലാ കാര്യങ്ങളിലും നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചൈന എങ്ങനെയാണ് അമേരിക്കയെ ടെക്നോളജി കൊണ്ട് രണ്ടാമതാക്കുക എന്ന് വിചാരിച്ചാണ് ഓടുന്നത്. അതേസമയത്ത് ഇന്ത്യ എങ്ങനെയാണ്, ഇന്ത്യയുടെ യൂത്ത് എങ്ങനെയാണ് അമേരിക്കയിൽ ചെന്ന് അവനവന്റെ വൈഭവം, അതായത് ഇവിടുത്തെ മിടുക്കരാണ് ഈ H1B വിസയൊക്കെ കിട്ടി അമേരിക്കയിൽ പോകുന്നത്. അതിലും മിടുക്കരാണ് GRE പരീക്ഷ എഴുതി അതിൽ നല്ല സ്കോർ എടുത്ത് അമേരിക്കയിൽ പഠനത്തിന് പോകുന്നത്, പഠനാനന്തരം അവിടെ തന്നെ ജോലിയിൽ കഴിയുന്നത്. അപ്പൊ ആ രണ്ടാം തരക്കാര് ആണ് H1B വിസയിൽ പോകുന്നത്. രണ്ടാം തരക്കാർ ഒട്ടും മോശക്കാരല്ല. ആ ഒന്നാം തരക്കാരെ പോലെ തന്നെ മിടുക്കരാണ് ഈ രണ്ടാം തരക്കാരും. അപ്പൊ ഇവരെയൊക്കെ ഇവിടെ തന്നെ വളരെ വലിയ രീതിയിൽ ടെക്നോളജിക്കൽ റവല്യൂഷൻ കൊണ്ടുവന്ന് സാങ്കേതിക മികവുള്ളവരാക്കി മാറ്റാൻ എന്തുകൊണ്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായ ഒരു ചോദ്യം. അപ്പൊ ഈ ഗുരുതരമായ ചോദ്യം കിടക്കുമ്പോഴാണ് ആഗോള വ്യാപാര യുദ്ധത്തിന് നാന്ദി കുറിച്ചുകൊണ്ട് പ്രസിഡന്റായിട്ട് പൊങ്ങി വന്ന ട്രംപ് ഓരോരോ പ്രശ്നങ്ങൾ അപ്പോഴേ പറഞ്ഞിരുന്നു. ഞാന് ഈ ആവശ്യമില്ലാതെ അമേരിക്കയിലേക്ക് കുടിയേറുന്നവരെയൊക്കെ തടയുമെന്ന്. അദ്ദേഹം കയ്യാമം വെച്ച് ഇല്ലീഗൽ കുടിയേറ്റക്കാരെ ഇന്ത്യയിലേക്ക് തന്നെ കൊണ്ടുവന്നത്, പ്ലെയിനിൽ കൊണ്ടുവന്ന കഥയും അങ്ങനെ ഇന്ത്യയെ ആക്ഷേപിച്ച കഥയും ഒക്കെ നമുക്കറിയാം. ഇപ്പൊ ഇതുപോലെ തന്നെയാണ് ഈ H1B വിസയ്ക്ക് $1,00,000 ഫീസ് ചുമത്തിക്കൊണ്ട് അദ്ദേഹം വീണ്ടും ഇങ്ങനെ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ അതിന്റെ ആഘാതം 71% H1B വിസയും ഇന്ത്യക്കാരാണ് നേടുന്നത് എങ്കിൽ ഈ പറയപ്പെട്ട പുതിയ ഫീസ് ചുമത്തിയതിന്റെ ആഘാതം ഏറ്റവും കൂടുതൽ ഏറ്റുവാങ്ങുന്നതും ഇന്ത്യക്കാർ തന്നെയായിരിക്കും. അപ്പൊ ഇന്ത്യൻ യൂത്ത് എന്തുകൊണ്ടാണ് ഇങ്ങനെ അമേരിക്കയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത്? ഒന്ന്, ഇന്ത്യയിൽ അവരുടെ വികസനത്തിന് അവരുടെ വളർച്ചയ്ക്കുള്ള വളക്കൂറുള്ള മണ്ണില്ല. അതായത് വിദ്യാഭ്യാസം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രസക്തമല്ലാത്ത രീതിയിലാണ് ഗവൺമെന്റ് കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് അവര് രക്ഷപ്പെടണമെങ്കിൽ അതിന് വേറെ കഥകൾ നോക്കി പെനയാൻ പോകണ്ട. നമ്മള് ഇന്ത്യയിൽ നിന്ന് ശാസ്ത്രത്തിന് നൊബേൽ പ്രൈസ് കിട്ടിയ മുഴുവൻ ശാസ്ത്രജ്ഞരും അമേരിക്കൻ യൂണിവേഴ്സിറ്റികളില്, അമേരിക്കൻ ഗവേഷണ കേന്ദ്രങ്ങളിൽ പ്രവർത്തിച്ച് അവരുടെ മികവ് തെളിയിച്ച് അവരുടെ കണ്ടുപിടുത്തങ്ങളുടെ സഹായത്തോടെയാണ് നൊബേൽ പ്രൈസ് വാങ്ങിയിട്ടുള്ളത്. അത് ഈവൻ എക്കണോമിക്സിന് പോലും നമുക്കറിയാം. അഭിജിത് ബാനർജി കൂട്ടരും അഭിജിത് ബാനർജി ബംഗാളിയാണ്. അദ്ദേഹം അമേരിക്കയിൽ യൂണിവേഴ്സിറ്റികളിൽ ഗവേഷണ പ്രവർത്തകനായിട്ട് നിന്നുകൊണ്ടാണ് മേടിക്കുന്നത്. അമർത്യ സെൻ പോലെ വളരെ കുറച്ചു പേർ മാത്രമേ, വളരെ വിരലിലെണ്ണാവുന്നവർ മാത്രമാണ് മറ്റ് അമേരിക്കയുടെ സഹായം കൂടാതെ തന്നെ നൊബേൽ ലൊറേറ്റ് ആയിട്ട് ചിത്രീകരിക്കപ്പെടാൻ ഇടവന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഗവേഷണ താല്പര്യങ്ങള്, നമ്മുടെ ശാസ്ത്ര മികവ് ഇതൊക്കെ തെളിയിക്കപ്പെടണമെങ്കിൽ അമേരിക്ക പോലുള്ള രാജ്യത്തേക്ക് പോകണം എന്ന് പറയുന്നത് തന്നെ നമ്മെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഷെയിമാണ്. അത് മാറ്റിയെടുക്കണം എന്നുണ്ടെങ്കിൽ ഈ 0.36% ഓഫ് GDP അല്ല വിദ്യാഭ്യാസത്തിൽ ചെലവഴിക്കേണ്ടത്, 6%-ഓ അതിന് മുകളിലോ ചെലവഴിക്കണം. അങ്ങനെ ചെലവഴിച്ച് ശാസ്ത്രത്തിന് കൊടുക്കേണ്ട ഊന്നൽ കൊടുത്താൽ മാത്രമേ ശാസ്ത്രീയമായിട്ട് ടെക്നോളജിക്കലായിട്ട് ഇന്ത്യക്ക് മുന്നേറാൻ കഴിയുകയുള്ളൂ. അതല്ലാതെ നമ്മൾ ട്രംപിനെ പഴിച്ചിരുന്നിട്ട് കാര്യമില്ല. ട്രംപിന്റെ രാജ്യത്തിന്റെ കാര്യം നോക്കുന്നു. WTO ഇപ്പൊ വഴിപാടായി തീർന്നു പോയി. ആരും അത് ശ്രദ്ധിക്കുന്നില്ല എന്നവര് എല്ലാ വേൾഡ് ഓർഗനൈസേഷന്റെ, യുണൈറ്റഡ് നേഷൻസ് തൊട്ടുള്ള എല്ലാ വേൾഡ് ഓർഗനൈസേഷന്റെയും അവസ്ഥ അതാണ്. നാഥനില്ല കളരി പോലെ നാഥന്മാരുണ്ട്. പക്ഷെ ആ നാഥന്മാരെ ഒന്നും US പോലെ, അതുപോലെ USSR പോലെ, ചൈന പോലെയുള്ള രാഷ്ട്രങ്ങളിൽ നിന്നുള്ള കേമന്മാര് അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല. അങ്ങനെയാണ് ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ സാഹചര്യത്തില് ട്രംപിന്റെ H1B വിസ അത് മാരകമായ ഒരു പ്രഹരമാണ്
ഇന്ത്യക്കേറ്റത്, ഇന്ത്യൻ യൂത്തിനേറ്റത്. അതിന് പരിഹാരം എന്ത്? അതിന് പരിഹാരം ട്രംപിനെ പഠിപ്പിക്കുകയല്ല, നമ്മുടെ ഇവിടെ തന്നെ വിദ്യാഭ്യാസത്തില് ടെക്നോളജിയുടെ ഒക്കെ വളർച്ചയ്ക്ക് വേണ്ടത്ര മുൻഗണന കൊടുത്ത് നമ്മുടെ യുവാക്കളുടെ സിദ്ധികളെ ഇവിടെ തന്നെ പ്രയോജനപ്പെടുത്താനായിട്ട്, ഇവിടെ തന്നെ അവര് മഹാമേരുക്കളായി വളരാൻ, ഇവിടെ തന്നെ നൊബേൽ പ്രൈസ് ഇങ്ങോട്ട് ഇറങ്ങി വരാൻ തക്ക രീതിയിൽ അവരുടെ ഗവേഷണ ചാതുരിയെ വളർത്തി പ്രയോജനപ്പെടുത്താനാണ് നാം ശ്രമിക്കേണ്ടത്.